NSSന്റെ ആരെങ്കിലും മഠത്തിൽ വരികയോ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഈ സോമനാഥനെ വിളിച്ചു, പരിപാടി പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നായന്മാരുടെ പരിപാടിക്ക് മാത്രമേ പോകുള്ളൂ. നായന്മാരുടെ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു, ശിവഗിരിക്ക് അങ്ങനെയില്ല, ഇവിടെ മന്നത്ത് പത്മനാഭൻ പ്രകാശം വന്നിട്ട് പോയിട്ടു പരിപാടി. കടന്നു പോലെ അവിടെ സ്ഥിരം ആളായിരുന്നു. PK നാരായണൻ പറഞ്ഞൊരു ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് അന്നിപ്പം അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല. അവരൊക്കെ വന്നു പോയത് അവരുടെ കാര്യം, ഞാനാണ് വരില്ല. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണഗുരുവുമായി ബന്ധപ്പെട്ട് ജന്മഭൂമിയിൽ വന്ന ലേഖനം, ചട്ടമ്പി സ്വാമികളാണ് ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രചോദനമായി തീർന്നത്. അത് സ്വാമി വളരെ ശക്തമായിട്ട് നിയോഗിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണഗുരുവും തമ്മിലുള്ള ബന്ധം? ചട്ടമ്പി സ്വാമിയും ഗുരുദേവനും ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളാണ്. രണ്ടുപേരും ആത്മസഹോദരന്മാരാണ്. ആത്മസൗഹൃദം പങ്കിട്ടിരുന്നു. അതിൽ ഒരാൾ മറ്റൊരാളുടെ ശിഷ്യനാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല, വെറും കൽപ്പനയാണ്. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനാണ് ഗുരുദേവന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് പഴയ മേധാവിത്വം ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ. അതിനുവേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അതെ 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 ഞാൻ മറുപടി യുക്തമായിട്ട് മറുപടി എഴുതിയിരുന്നു. ഒരു കാവ്യം നിരോധിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത് എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗുരു 1918 മുതൽ 28 വരെ മഹാസമാധി വരെ 10 വർഷക്കാലം കാഷായ വസ്ത്രമായിരുന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നതും കാഷായ വസ്ത്രമാണ്. ഇന്ന് ശിവഗിരി സന്യാസിമാർ ധരിക്കുന്ന കാഷായമാണ്. ആ കാഷായവും അത് പിന്നെ എന്തെങ്കിലും എന്തെന്നാ പറയുന്നത്, ഒരു ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പിന്നെ സവർണ ഫാസിസം അടിച്ചുറപ്പിക്കുന്നതാണെന്നോ വർഗീയമാണെന്നോ എന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഗുരുദേവൻ മാത്രമല്ല, വിവേകാനന്ദ സ്വാമിയും നമ്മുടെ ഗുരുക്കന്മാരെല്ലാം കാഷായ വസ്ത്രധാരികളായിരുന്നു. എന്തോ അല്ല, ഗുരുദേവൻ കാഷായമാണല്ലോ കൊടുത്തിരിക്കുന്നത്. പീതാംബരം തീർത്ഥാടകർക്ക് വേണ്ടിയാണ് വിധിച്ചിട്ടുള്ളത്. അതെ, സന്യാസിമാർക്ക് കാഷായമാണല്ലോ ഗുരു വിധിച്ചത്. അതെ, അത് ഈ സമുദായം എങ്ങനെയാണ് അത് സ്വാംശീകരിച്ചോ അംഗീകരിച്ചോ? രണ്ട്, ഗുരുദേവനെ ഒരു ഇത്തരത്തിലൊരു ദൈവമാക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം. ഗുരുദേവനെ ദൈവമാക്കേണ്ടതില്ല, ഗുരുദേവൻ ദൈവം തന്നെയാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷക നൽകുന്ന ഒന്നാണ് എന്ന് പലരും ധരിച്ചു വെക്കുന്നു. ചിലർക്ക് ദൈവം ശിവനാണ്, സുബ്രഹ്മണ്യനാണ്, ഗണപതിയാണ്, ഇങ്ങനെയാണെന്നുള്ള ചില വിശ്വാസങ്ങൾ ദേവീദേവന്മാരാണെന്നുള്ളതാണ്. എന്നാൽ ഗുരുദേവൻ ദൈവദശ എഴുതിയിട്ടുണ്ട്. 10 ശ്ലോകങ്ങളിലൂടെ ദൈവത്തിന് നമ്മുടെ സ്വരൂപം നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തുന്നു. അവിടെ ഒരു മൂർത്ത രൂപമല്ല ഗുരുദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. ദൈവം നാമമില്ല, രൂപമില്ല. സൃഷ്ടിയാണ്, സൃഷ്ടാവാണ്, സൃഷ്ടിജാലമാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയാണ്, മായയാണ്, മായാവിയാണ്, വർത്തമാനകാലമാണ്, ഭൂതകാലമാണ്, ഭാവികാലമാണ്, ചിദാനന്ദനാണ്, ദയാസിന്ധുവാണ്, ദീനാവനപരായണനാണ്. ഇതൊക്കെയാണ് ഗുരു ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നാമരൂപരഹിതമായ സത്യമാണ്. ആ ദൈവത്തെ പിന്നെ സാധാരണക്കാർക്ക് കണ്ടറിയുവാൻ ഒരു മാർഗം, ഒരു ഉപാധി.
ആ ഉപാധി എന്ന നിലയിലാണ് ദേവീദേവ സങ്കല്പങ്ങൾ. ഈശ്വരോ ഭൂതകരയ പ്രവിഷ്ടോ ഭഗവാനിധി എന്നൊക്കെ പറയും. ഈശ്വരനെ ഒരു രൂപമായിട്ട് ശിവനെന്നോ സുബ്രഹ്മണ്യൻ ഒരു മൂർത്തിയായിട്ട് കാണും. ആ മൂർത്തിയെ ഉപാസിച്ച് ദൈവത്തെ കണ്ടെത്തും. അപ്പോൾ ആ ഒരു സിമ്പലിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവോപാസന ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ദേവീദേവ സങ്കല്പങ്ങളാണ് ഗുരു സങ്കല്പമല്ല, ഉണ്മയാണ്. അപ്പോൾ അമൂർത്തമായിരിക്കുന്ന ആ ദൈവസത്യത്തെ ഗുരുവാകുന്ന മൂർത്ത രൂപത്തിൽ കണ്ട് ഉപാസന ചെയ്യുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഈശ്വരോപാസന. അതുകൊണ്ടാണ് ഇപ്പം ക്രൈസ്തവർ യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കും. യേശു കുരിശിൽ കണ്ടുകൊണ്ട് എൻ്റെ പിതാവേ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് യേശു ദൈവമാണ്. ആ ഒരു സങ്കല്പത്തിലാണ് കുമാരനാശാനും മറ്റും ഗുരുദേവനെ ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഗുരുക്ഷേത്രങ്ങൾ എന്നുള്ളത്. അതെ, ആ സങ്കല്പത്തിൽ ഇപ്പം നമ്മൾ നിർമ്മിക്കുന്നതെല്ലാം ഗുരുക്ഷേത്രങ്ങളാണിപ്പോൾ. അതെ, അതൊരു പ്രത്യേക പൂജ അങ്ങനെ അവിടെ ഗുരുവിൻ്റെ പൂജയും ആരാധനയും അനുഷ്ഠാനങ്ങളെല്ലാം വൈദിക വിധിപ്രകാരം തന്നെ നടക്കും. ഗുരു പറഞ്ഞത് നമുക്ക് ഈ ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങളാകുന്നു. അത് സൂക്ഷ്മമായി പഠനം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഗുരു അങ്ങനെ ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ജനിച്ച ആളല്ല. ക്ഷേത്രങ്ങൾ ആവശ്യത്തിനായി. ഇനി നമുക്ക് വിദ്യാലയങ്ങൾ വേണം, വ്യവസായശാലകൾ വേണം, ആശുപത്രികൾ വേണം, വായനശാലകൾ വേണം, പൂന്തോട്ടങ്ങൾ വേണം. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ടാകണം. അതിൻ്റെ കൂടെയുള്ളതാണ് ക്ഷേത്രവും. ക്ഷേത്രം വേണ്ടെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം.